മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും തകർന്ന ധരാലിയിലെ നേർക്കാഴ്ചകളിലേക്കാണ് ഇനി 30 കിലോമീറ്റർ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിലാണ് 24 സംഘം ധരാലിയിലെത്തിയത്. ബൽറാം നെടുങ്ങാടിയും ജോഗേഷ് സിംഗും പിന്നിട്ട വഴികൾ ഏറെ കഠിനമായിരുന്നു. ആ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും ഒരു യാത്ര. ഈ മാസം 5-നുണ്ടായ മിന്നൽ പ്രളയം ധരാലിയെ തുടച്ചെടുക്കുക മാത്രമല്ല, സഹായം പോലും എത്തിക്കാനാകാത്ത വിധം പുറം ലോകവുമായി ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ധരാലിയിൽ നിന്നും ജീവൻ മുറുകെ പിടിച്ച് തിരികെ ഓടിയെത്തിയ ജനങ്ങൾ അവർ മടങ്ങിപ്പോയ വഴി, അതുവഴിയാണ് 24 സംഘം യാത്ര ആരംഭിക്കുന്നത്. ഗംഗാഗ്നിയിൽ നിന്ന് 3 കിലോമീറ്റർ നടന്നാണ് തകർന്ന ലിംജാഗഡ് പാലത്തിലേക്ക് എത്തിയത്. അവിടെ നിന്ന് 1/2 കിലോമീറ്റർ ചെങ്കുത്തായ മലയിറക്കം. വഴുക്കൽ നിറഞ്ഞ ഉരുളൻ കല്ലുകളിലൂടെ ഊർന്നിറങ്ങിയാൽ കുത്തിയൊലിക്കുന്ന പുഴ. ചെങ്കുത്തായ മലമുകളിലെ നാഗാദേവതാ മന്ദിർ വഴി തകർന്ന പാലത്തിനപ്പുറം റോഡിലേക്ക് 7 കിലോമീറ്റർ കാൽനടയാത്ര. റോഡിന്റെ ഒരാൾക്ക് നടക്കാൻ കഷ്ടി ഒരടി വെച്ച് നടക്കാനുള്ള ഇടം ഒഴികെ ബാക്കി മുഴുവനായും കുത്തിയൊലിക്കുന്ന നദി കൊണ്ടുപോയിരിക്കുന്നു. ഹർഷിലിൽ നിന്ന് 5 കിലോമീറ്റർ കുന്നു കയറി ഇറങ്ങിയാൽ ദുരന്തഭൂമിയായ ധരാലി. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയം കവർന്ന ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണും ചളിയും ഉരുളൻ കല്ലുകളും വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഗംഗോത്രിയിൽ നിന്ന് റോഡ് നിർമ്മിക്കാനുള്ള തീവ്ര ശ്രമവും പുരോഗമിക്കുകയാണ്. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.